നിനക്ക് റിലേഷൻ ഉണ്ടായിരുന്നോ? ഈ കിട്ടിക്കില്ലാന്നുണ്ടെങ്കിൽ ഒരാൾക്കും കിട്ടൂല. അപ്പൊ ഈ കുട്ടികളോട് നമ്മൾ പറയുമ്പോ അവര് വിചാരിക്കുക ഈ റിപ്പീറ്റർ അല്ലേ, അനക്കിപ്പോ എന്ത് വേണേലും പറയാമല്ലോ. ആ തോട്ട് നമ്മളെ മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാ. കളിയാക്കുന്നുണ്ട് കുറെ. വൈറ്റ് കോട്ടും സ്റ്റെപ്പൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ചുറ്റുപാടും അടിപൊളിയാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നതാണല്ലോ. എന്റെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനല്ലേ എനിക്ക് ഇഷ്ടം. എന്താണ് ആ ഫ്രണ്ട്ഷിപ്പിന്റെ ലൈൻ? എടാ, ഞാൻ നമ്മളെ നീറ്റ് റിപ്പീറ്റേഴ്സ് ക്ലാസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവള് പല സ്ഥലത്തും 674 ഔട്ട് ഓഫ് 720, 674 ഔട്ട് ഓഫ് 720 ഇങ്ങനെ ചെയ്തായിരുന്നു. ആൻഡ് അവസാനം അവള് നീറ്റ് എഴുതി. ഇപ്പൊ സ്കോർ ചെക്ക് ചെയ്തു, കീ ചെക്ക് ചെയ്തപ്പോഴും സെയിം മാർക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് എന്റെ മുമ്പിലുള്ളത് ഫാത്തിമ. വെൽക്കം. അല്ല, ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും അല്ലെ, നമ്മളെ മറ്റേ രാജാ ഹോസ്റ്റലിന്റെ, നമ്മളെ ഫറൂഖ് ഹോസ്റ്റലിന്റെ വീഡിയോയിലുള്ള സെയിം കുട്ടി. സെയിം ഡ്രസ് തന്നെയാണല്ലോ ഇതല്ല, കളർ സെയിം ആണെന്ന് മാത്രമല്ല. ആ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ഐഡന്റിഫൈ ഒക്കെ ചെയ്തോ? ഫ്രണ്ട്സ് അയച്ചിട്ട് കുറെ കളിയാക്കിട്ട് പ്രൊമോഷൻ ചെയ്യാന്നൊക്കെ ചോദിച്ചു. ആണോ? ഇനി വേറെ ഇതിനു വേണ്ടി പ്രൊമോഷൻ ചെയ്യാനൊക്കെ ഫേമസ് ആയിട്ട് കളിയാക്കുന്നുണ്ട് കുറെ. ആണല്ലേ? ഓക്കെ, നല്ല രസം ഉണ്ടായിരുന്നു വീഡിയോ. വാസ് ഗുഡ്. പിന്നെ എങ്ങനെ 674 ഒരു അറിയില്ല, ഇപ്രാവശ്യം മുതലേ എന്താ നമുക്ക് ഇപ്രാവശ്യം തുടങ്ങിയപ്പോഴേ എനിക്ക് ആ സ്കോർ വേണം എന്നൊരു വെറുതെ ഇങ്ങനെ എഴുതി വെക്കും. എല്ലായിടത്തേക്കും ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടായിരുന്നു, ഓരോ ബോർഡർ. എനിക്ക് ഇതിൽ കൂടുതലാവണം, അല്ലെങ്കിൽ ഈ സ്കോർ ആവണം. എനിക്ക് പക്ഷെ ഇതായിരുന്നു എന്റെ ഡ്രീം. എങ്ങനെ നീറ്റ് എന്ന ആഗ്രഹം വന്നേ? നീറ്റ് ചെറുപ്പത്തിൽ എനിക്ക് ഡോക്ടർ ആവണം എന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 10th എത്തിയപ്പോ ഞാൻ വലിയ സ്കിപ്പ് ചെയ്തു. പിന്നെ +2 കഴിഞ്ഞപ്പം ഇനി എന്ത് എന്നുള്ള ചോദ്യത്തില് വീണ്ടും ഡോക്ടർ ആവണമെന്നല്ലേ? +2ന്റെ കൂടെ എഴുതിണ്ടായിരുന്നോ? +2ന്റെ കൂടെ എഴുതിണ്ടായിരുന്നു. 195 അല്ലെ? ആ 195 കിട്ടിയപ്പം നീ ശരിക്കും റിപ്പീറ്റർ ആണല്ലേ? ഓക്കെ, 195 കിട്ടിയപ്പം റിപ്പീറ്റ് ചെയ്യണമെന്നൊക്കെ തോന്നിയോ? എനിക്ക് ഒന്നുകൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഡോക്ടർ ആ പാഷൻ എനിക്ക് നല്ലതായിട്ടുണ്ട്. സ്റ്റെതസ്കോപ്പ് കണ്ട് ഡോക്ടർ ആവാൻ വൈറ്റ് കോട്ടും സ്റ്റെപ്പൊക്കെ കണ്ടിട്ടാണ് ഇതിലേക്ക് വന്നത് അല്ലെ? ഓക്കെ, അങ്ങനെ റിപ്പീറ്റ് ചെയ്തപ്പോൾ എന്തായാലും സ്കോർ വന്നേ? റിപ്പീറ്റ് ചെയ്തപ്പോ 536 അല്ലെ? പിന്നെ റിപ്പീറ്റ് ചെയ്തു, എഡ്യൂപോർട്ടിൽ വന്നു. പിന്നെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല? എന്താ നീ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്? എന്താ റിപ്പീറ്റ്? എനിക്ക് വേറൊരു ഓപ്ഷനും ഇല്ലായിരുന്നു. എനിക്ക് മെഡിക്കൽ ഫീൽഡ് തന്നെ വേണം, MBBS വേണം. ഒന്നുകൂടെ ട്രൈ ചെയ്യാം, ട്രൈ ചെയ്താൽ കിട്ടും അറിയാം. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നില്ല? എനിക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ബാക്കിയുള്ളവരെ അപേക്ഷിച്ചിട്ട് എനിക്ക് എന്ത് ഭയങ്കര അത്ഭുതമായിരുന്നു. റിപ്പീറ്റ് ചെയ്തപ്പോഴുള്ള ഞാനേ അല്ല ഇപ്രാവശ്യം എനിക്ക് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. എന്തൊക്കെ ചേഞ്ചുകൾ? ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പം കൊറേ പഠിക്കുമായിരുന്നു. ഇങ്ങനെ പാരി വലിച്ചിട്ട് അങ്ങനെയല്ല, നമുക്ക് അറിയാമല്ലോ ഇതേ ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് വരൂല. അങ്ങനെ സാറ് പറഞ്ഞതാണെങ്കിൽ പോലും അന്നൊരു പേടിയായിരുന്നു, അഥവാ വന്നാലോ നമുക്ക് എഴുതാൻ പറ്റണ്ടേ. അതുപോലെ വല്ല മൊഡ്യൂളിൽ നിന്നൊക്കെ കിട്ടുന്ന എല്ലാ പോയിന്റും വെറുതെ എഴുതി വെച്ചിട്ടിരുന്ന് പഠിക്കണം. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്രാവശ്യം തോന്നി. അതായത് പല മെറ്റീരിയൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, എഴുതിയൊക്കെ അതൊക്കെ വരും എന്നുള്ളത് ഉള്ള രീതിയിലാണ് റിപ്പീറ്റിൽ കുറെ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ചിലതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ചിലപ്പോൾ പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇത്തവണ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ വ്യത്യാസം വന്നേ? പിന്നെ അന്ന് ഞാൻ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. റിപ്പീറ്റ് ചെയ്യുമ്പോ എന്തോ അന്ന് ഒരു പ്രാവശ്യം കിട്ടൂല എന്നുള്ള തോന്നിയിട്ടായിരിക്കാം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് കിട്ടുന്ന നല്ല കോൺഫിഡൻസ്, ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. അത് സത്യമായിട്ട്, അതായത് ഭയങ്കരമായിട്ട് പഠിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ അവിടുത്തെ ഒരു ടോപ്പ് 5 ഉഴപ്പന്മാരുടെ കൂട്ടത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ 1 or 2 നീ ഉണ്ടാവില്ലേ? ഉണ്ടാവും. പക്ഷെ കോൺഫിഡന്റ് ആയിരുന്നു. അതങ്ങനെ കിട്ടി? എനിക്കറിയില്ല, എല്ലാരും ചോദിക്കും, എന്റെ റൂംമേറ്റ്സ് തന്നെ ചോദിക്കും, നിനക്ക് പേടിയില്ലല്ലോ, നീ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ കളിച്ചാലും. എനിക്ക് തന്നെ ചിലപ്പോ ആലോചിക്കുമ്പോ സങ്കടാവും. അങ്ങനെ കൊറേ കളിക്കാൻ ഉറങ്ങുക, അങ്ങനെ ഞാൻ കൊറേ സമയം കളഞ്ഞിട്ടുള്ളത്. അപ്പം പേടിയാ ഒന്ന് ആലോചിച്ച, പക്ഷെ ഞാൻ അങ്ങനെ ആലോചിക്കൂല, എനിക്ക് കിട്ടും അറിയാം. ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പം കിട്ടിയില്ലായിരുന്നു കരുതാ, 674 ഒരു 605 ഒക്കെ ആയിരുന്നെങ്കിൽ നീ റിഗ്രറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള 2 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന് ഉറക്കം, പിന്നെ ഫ്രണ്ട്ഷിപ്പ്. കുറെ സമയം കളഞ്ഞുണ്ട് ഇടക്കൊക്കെ. പഠിക്കാത്ത നമ്മളിപ്പോ ചില സമയങ്ങളിലൊക്കെ വല്ലാണ്ട് അറിയാണ്ട് സംസാരിച്ചിരുന്നു പോകും. അത് എന്റെ നേച്ചറും അങ്ങനെ, എന്റെ ഒപ്പമുള്ളവരുടെ നേച്ചറും അങ്ങനെയാണ്. അപ്പം ആ സംസാരിച്ച സമയമൊക്കെ റിഗ്രറ്റ് ചെയ്യായിരുന്നല്ലേ? ഒബ്വിയസ്ലി റിഗ്രറ്റ് അടിക്കും. ഓക്കെ, അപ്പം ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പ്രത്യേകിച്ച് റിപ്പീറ്റിംഗ് സമയത്തുള്ള ഫ്രണ്ട്ഷിപ്പ്, അപ്പം പ്രത്യേകിച്ച് ഒരുപാട് കുട്ടികൾ എനിക്കും എന്റെ ഫ്രണ്ടിനും ഒരു റൂം വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ തന്നെ നമ്മളെ ഇതിലൊക്കെ ഞങ്ങൾ 4 ആൾക്കാരുണ്ട്, ഞങ്ങൾക്ക് 4 ആൾക്ക് ഒരു റൂം കയറണം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ നമുക്ക് ഫസ്റ്റ് അവരെ ഡിസ്കറേജ് ചെയ്യാനൊന്നും തോന്നുന്നില്ല. അപ്പം എന്താണ് ആ ഫ്രണ്ട്ഷിപ്പിന്റെ ലൈൻ? പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ വന്ന അഭിജിത്തൊക്കെ
അഭിജിത്തിന് അറിയില്ലേ, അവന് ആദ്യം പറഞ്ഞ കാര്യം വെച്ചാൽ ഫ്രണ്ട്സിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. എന്താ നിന്റെ അതിലൊരു ടേക്ക്? ശരിക്കും അങ്ങനെയാ വേണ്ടത്. നമ്മള് നമ്മുടെ കാര്യം നോക്കി പോവാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ഒരു റിപ്പീറ്റിംഗ് സെന്ററിലൊക്കെ അതാണ് നല്ലത്. നമുക്ക് ഒരു ലെവൽ വരെ ഫ്രണ്ട്സിനെ നിർത്താൻ പറ്റും. നമുക്ക് ഇങ്ങനെ പഠിക്കുന്ന കാര്യത്തിൽ ചോദിക്കാനും പറയാനും ഒന്ന് ടെൻഷൻ വരുമ്പോ സംസാരിക്കാനൊക്കെ ഒരാൾ ഉണ്ടാവുന്നത് നല്ലതാ. പക്ഷെ അതിലപ്പുറമായാലേ നമ്മുടെ സമയം തന്നെ പോകുന്നത്. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള. അപ്പം അങ്ങനെ ഏതെങ്കിലും പോയിന്റിൽ നീ എന്നാ ഇനി ഫ്രണ്ട്ഷിപ്പ് വേണ്ട കുറക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ എന്റെ നേച്ചർ എന്താന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ആവൂല. ഞാൻ അങ്ങനെ ഭയങ്കര അറ്റാച്ച്ഡ് ആയ ആളാ. അപ്പൊ എനിക്ക് അവള് മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അപ്പം അങ്ങനെ ഒന്നും ഉണ്ടാവരുത്. നമ്മള് നമ്മുടെ കാര്യം നോക്കി പോവാ. എല്ലാത്തിനും ഒരു ബോർഡർ വെക്കുന്നത് നല്ലതാ. ബോർഡർ വെക്കുന്നത് നല്ലതാണ്. ഇപ്പം എഡ്യൂ പോർട്ടൽ വന്നോണ്ട് നിനക്ക് കിട്ടിയ ഒരു 3 അടിപൊളി സംഭവങ്ങൾ എന്തൊക്കെയായിരിക്കും? എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ അല്ല അതല്ല ഉദ്ദേശം, നീറ്റ് ക്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ല ക്ലാസ്. നല്ല ക്ലാസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഫിസിക്സ് ഇഷ്ടമായത് ഷബീർ സാർ. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അവരോട് പറയണേ. അടിപൊളിയാണ്. അല്ല മൂപ്പരെന്തായാലും ഇന്റർവ്യൂ കാണുന്നുണ്ട്. എല്ലാവരും നല്ല ഫീൽ. കാരണം ക്രാഷിൽ വന്നിട്ട് ഷബീർ സാർ തളർത്തി കളഞ്ഞെന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. മൂപ്പര് ആ ഒരു ലൈൻ തന്നെയാണ് അല്ലെ. ചിലപ്പോ ഒന്ന് തളർത്തൊക്കെ ചെയ്തുകൊണ്ട് വാശി കൂട്ടാനാണ്. അതെ, നല്ല അത്യാവശ്യം ലെവലിലെ ക്ലാസ് എടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഫിസിക്സ് എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് സാറിന്റെ ക്ലാസ്. പിന്നെ കെമിസ്ട്രി എനിക്ക് ഓർഗാനിക് പക്ക ആയിരുന്നു. ഷെഫിൻ സാർ നല്ല വൃത്തിക്ക് നോട്ട് എഴുതി തന്നിട്ട് എനിക്ക് ടെക്സ്റ്റ് വായിക്കണമെന്ന് ഓർഗാനിക് തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ നോട്ട് തരിക. അമ്മ എന്റെ ഒരു നോട്ടിന്റെ ഒരു ഹാഫിന്റെ കുറച്ച് അങ്ങനെ ഉണ്ട്. 10-30 മണിക്കൂറൊക്കെ എടുത്ത്. പക്ഷെ അതങ്ങ് കഴിയുമ്പോഴത്തേക്ക് ഓർഗാനിക് ഫണ്ടമെന്റൽ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ടാവില്ല. നല്ല വൃത്തിക്കായിട്ടുണ്ട്. പിന്നെ എസ് ടി ബോട്ടണി ഇവിടെ നമുക്ക് ഇങ്ങനെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാറെ അവതരിപ്പിക്കുന്ന രീതിയൊക്കെ ഭയങ്കര രസം. ഒന്നാമത്തെ നല്ല ക്ലാസ്. പിന്നെ ഹോസ്റ്റൽ എന്താ ഭംഗിയുള്ള എന്താ ഹോസ്റ്റല്? എനിക്ക് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഹോസ്റ്റലൊക്കെ അത്യാവശ്യം ജയില് പോലെ ഫീൽ ചെയ്യുന്ന ഹോസ്റ്റൽ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതൊരു ഹോംലി വൈബാണ്. നല്ല ഒരു അതുകൊണ്ടാണ് ആ വീഡിയോയിൽ ഭയങ്കര രസമല്ലേ. അത് ശരിക്കും ഞങ്ങൾ റിപ്പീറ്ററിന് വേണ്ടിയിട്ട് നമ്മളവിടെയല്ലേ റിപ്പീറ്റർ നടത്തിയിട്ടുള്ളൂ. അപ്പം പല ഹോസ്റ്റലുകളും കണ്ടിട്ടുണ്ടായിരുന്നു. അവസാനം ഈ ഹോസ്റ്റലിൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നെ സംബന്ധിച്ച് സത്യം ഊഞ്ഞാലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ ശരിക്കും? ഞാൻ ബയോ വായിക്കുമ്പോ അവിടെ വന്നിരിക്കും. എന്നിട്ട് എനിക്കിഷ്ടാ ആ വലിയ ഊഞ്ഞാല്. രാത്രി ഒക്കെ പോയിരുന്നു. നല്ല വൈബാ. നേരെ ആകാശം കാണാം. പിന്നെ മാവൊക്കെ ഉണ്ട്. ഇപ്പൊ സീസൺ ആണല്ലോ, മാങ്ങ വീഴും. അവിടെ ഇരുന്ന് പഠിച്ചാല് നമുക്ക് മാങ്ങ വീഴുന്നത് നമുക്ക് തന്നെ എടുക്കാം. നല്ല മാങ്ങ കണ്ടിട്ടുണ്ട്. ഒരു തേങ്ങയും കണ്ടിട്ടുണ്ടല്ലോ. അതെങ്ങനെ കുടുങ്ങിപ്പോയതോ. പിന്നെ ഹോസ്റ്റൽ അടുത്തായതിന്റെ ഗുണം ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി ഉണ്ട്. നമുക്ക് വേഗം പോയി വരാൻ പറ്റും. ലാസ്റ്റ് ടൈമിലൊക്കെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ വെക്കുമ്പോ നമുക്ക് നമ്മുടെ ഡൗട്ട് പോയി ചോദിക്കാൻ വരാം. അത്രയും സുഖ. എന്റെ കാര്യത്തിലൊന്നും എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര മടിയുള്ള കൂട്ടത്തില ഞാൻ അങ്ങനെ ഇങ്ങ് പോവും. എന്നിട്ട് സാറിനോട് ഡൗട്ട് ചോദിക്കും. അവർക്ക് അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇല്ല. പറഞ്ഞു തരും, നമ്മളായിട്ട് വരും. അങ്ങനെ അത് ഭയങ്കര സുഖ. നമ്മുടെ സമയം അവിടെ പോവില്ല. പിന്നെ രണ്ടെണ്ണം നീ ഒന്ന് ഞാനെന്ന് പറഞ്ഞേ. ഇതുള്ള ഞാനെന്നല്ലട പറഞ്ഞേ. ആണോ? കേൾക്കുന്ന പോലെ. ഓക്കെ, കുഴപ്പമില്ല. ഞാനെന്ന് പറഞ്ഞേ. ഇനി എന്തെങ്കിലും ഉണ്ടോ എഡ്യൂ പോർട്ടലിന്? ആദ്യമായിട്ടാണ് തോന്നുന്നത് എഡ്യൂ പോർട്ടലിനെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കാൻ ഞാൻ കഷ്ടപ്പെട്ട് പറയിപ്പിക്കുന്നത്. ഫുഡ് അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം ബാബുട്ടന്റെ ഫുഡ്. എന്റെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനല്ലേ എനിക്ക് ഇഷ്ടം. ഞാൻ ഉമ്മാനോട് എപ്പോഴും ഉമ്മ പറയും നജി ബാബുട്ടനെ കല്യാണം കഴിച്ചോന്ന്. ഉപ്പരോടൊന്നും പറയണം പ്രത്യേകിച്ച്. ബാബുട്ടന് 2 മക്കളുണ്ട്. ബോയ്സ്. 2 ബോയ്സാണല്ലേ? അത് നടക്കുന്നതാണ്. അത് ശരിക്കും വേണ്ട 3 കാര്യങ്ങളോ. അതായത് എന്താണോ വേണ്ട, ഈ ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണല്ലേ. നല്ല ക്ലാസ്, നല്ല നമ്മുടെ ചുറ്റുപാടും അടിപൊളിയാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നതാണല്ലോ. ഫുഡ് ഒരു ഫണ്ടമെന്റൽ ആണ്. ഉറക്കം, പിന്നെ ഹോസ്റ്റൽ അതൊക്കെ അടിപൊളി. പിന്നെ നീ ഇപ്പം അവിടെ റിപ്പീറ്റർ ആയിരുന്നു. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്ന കുറെ കുട്ടികളുണ്ടായിരുന്നു. അപ്പം അവര് ചെയ്തത് തോന്നിയ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ നിനക്ക് തോന്നിയിട്ടുണ്ട്? അതായത് നിനക്ക് കറക്റ്റ് ചെയ്യണം. ഉണ്ട്. അവര് കൊറേ ഉറക്കൊഴിച്ച് പഠിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് രാത്രി ഉറങ്ങൂല. എന്നിട്ട് രാവിലെ നേരത്തെ എണീക്കും ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ബുക്കില് മുന്നിൽ തൂങ്ങിയിരുന്ന് ഉറങ്ങുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അവര് ചെയ്യുന്നോണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോ അങ്ങനെയായിരുന്നു. ഉറക്കം വല്ലാണ്ട് കളഞ്ഞിരുന്നു. എന്നിട്ട് എനിക്ക് വല്ലാണ്ട്
നമുക്ക് ഇരിക്കുന്ന സമയം വൃത്തിക്ക് ഇരിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ ഇപ്രാവശ്യം അങ്ങനെ ചെയ്തത്. വല്ലാണ്ട് ഇരുന്നിട്ടൊന്നുമില്ല, ചോദിച്ചാൽ അറിയാം. ഞാൻ അത്യാവശ്യം ഉറങ്ങിയിട്ടുള്ള ടൈപ്പാണ്. 8-9 മണിക്കൂറൊക്കെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. അതിലും കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ എനിക്ക് റിഗ്രറ്റ് അടിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇരിക്കുന്ന സമയം ഞാൻ വൃത്തിക്ക് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് പക്കായിട്ട് കയറിയിട്ടുണ്ട്. ഈ റിപ്പീറ്റേഴ്സ് ഇങ്ങനെ ഉറങ്ങാതിരുന്ന് പഠിക്കുമ്പോ നീ ഉപദേശിക്കാറുണ്ടായിരുന്നില്ല? അത് എല്ലാരും ഒരേ ടൈപ്പ് ആവില്ലല്ലോ. അപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോടാണെങ്കിൽ ഞാൻ പറഞ്ഞത് അവള് മനസ്സിലാക്കും. അപ്പൊ ഈ കുട്ടികളോട് നമ്മൾ പറയുമ്പോ അവര് വിചാരിക്കുക ഈ റിപ്പീറ്റർ അല്ലേ, അനക്കിപ്പോ എന്ത് വേണേലും പറയാലോ, ഫുള്ള് പഠിച്ചു കഴിഞ്ഞല്ലേ. പക്ഷെ ഞാനത് ചെയ്ത മിസ്റ്റേക്ക് ആയിരുന്നു. അതിന്ന് പഠിച്ചിട്ട് ഇപ്രാവശ്യം ഞാൻ വൃത്തിക്ക് ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയത്. ഓരോ സബ്ജക്ട് ഇപ്പൊ എങ്ങനെ പഠിച്ചിട്ടുണ്ടാവാ? ഫിസിക്സ് ക്ലാസ് വൃത്തിക്ക് കേൾക്കുക, അപ്പൊ നമുക്ക് അത്യാവശ്യം കത്തും. പിന്നെ നോട്ട് ഒന്ന് ജസ്റ്റ് നോക്കുക, ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് കുറെ ഇക്വേഷൻസ് അറിയാൻ പറ്റും, പക്ഷെ അത് എവിടെ ഉപയോഗിക്കണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യണം. പിന്നെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാറുണ്ട്? സ്ഥിരമായിട്ട് ഫസ്റ്റ് ഒക്കെ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞില്ല കുഴപ്പമൊന്ന ടൈപ്പാണ്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ നല്ല ചെയ്തു. +1 ഫുള്ള് ഞാൻ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ട്. +2 കുറച്ചായപ്പോ ഞാൻ ഉഴപ്പിട്ട് എനിക്ക് ഫിസിക്സ് ഞാൻ സാറിനോട് തന്നെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് സെറ്റ് ആയത് ലാസ്റ്റത്തെ ബയോളജി ചാപ്റ്റർ വായിക്കാൻ നല്ല ക്വസ്റ്റ്യൻ ചെയ്യാം. ചാപ്റ്റർ വായിക്കുന്നതാണോ കൂടുതൽ നീ പ്രിഫർ? ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറയും 15 തവണ ചാപ്റ്റർ വായിക്കണം, 20 തവണ ചാപ്റ്റർ. ഞാൻ അതിലൊന്നും ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. പോളിസി ഞാൻ അങ്ങനെ വായിച്ചിരുന്നു, പക്ഷെ എന്നിട്ട് ഞാൻ മറന്നു പോകുന്ന ഒരു കുഞ്ഞു കുഞ്ഞു പോയിന്റ് നമുക്ക് കിട്ടുക ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാ ആ പോയിന്റ് അവിടെ ഉണ്ടേനല്ലോ തോന്നുന്നത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാ. അല്ലാണ്ട് വായിച്ചു പോകും നമ്മൾ ഏതോ ഇതിൽ വായിച്ചു പോകുന്നു. അതിലും നല്ലത് നമ്മള് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് തന്നെ. എന്നിട്ട് കിട്ടാത്തപ്പോ ആ ടോപ്പിക് അങ്ങനെ ഇരുന്ന് വായിക്കാം. അതായത് ഞാനൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു, ഒരു ടോപ്പിക്ക് ക്വസ്റ്റ്യൻ ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ടോപ്പിക് ഒന്നാകെ എന്ത് ചെയ്യാം അങ്ങോട്ട് വായിച്ചിട്ട് അവിടെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. അപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് ഒരു 5-6 തവണ ഒക്കെ വായിക്കുന്നു. പ്രത്യേകിച്ച് അവസാനം നടന്ന എക്സാമുകളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നോ? ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നോ? എങ്ങനെ ആ ഒരു സമയത്ത് ഇത് ഉണ്ടായിരുന്നത്? ഞാൻ പറഞ്ഞല്ലോ കുറെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല ഫിസിക്സ് ലാസ്റ്റ് ചാപ്റ്ററിൽ. അപ്പൊ എനിക്ക് ഈ ലാസ്റ്റ് നടന്ന സീരീസ് എക്സാം കാരണമാണ് കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ പറ്റിയത്. കാരണം എനിക്ക് ഇക്വിലിബ്രിയം, ഇലക്ട്രിക് അതൊന്നും എനിക്ക് നിൽക്കേയില്ല. കുറെ ഇക്വേഷൻസ് എന്താ അറിയാം, അതൊക്കെ ഒന്ന് തലയിൽ നിൽക്കുന്നത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ്. അത്ര ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ പിന്നെ എനിക്കത് നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അത് പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇക്വേഷൻ ഒന്നുകൂടെ നമ്മളെ മൈൻഡിൽ നിൽക്കും. ഇക്വേഷൻ ബുക്ക് ഒന്നും ഞാൻ പ്രിഫർ ചെയ്യില്ല. ഞാൻ എഴുതിയിരുന്നു, പക്ഷെ ഞാൻ പിന്നെ നോക്കിയിട്ടൊന്നുമില്ല. അതൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോ എഴുതിയതാ. ഇപ്രാവശ്യം ഒന്നും എഴുതിയിട്ടില്ല. അതൊക്കെ എനിക്ക് വന്ന ഫോൾട്ട് ഒന്നുമില്ല. ചിലർക്ക് അങ്ങനെ ആയിരിക്കും, പക്ഷെ എനിക്കും എന്നെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഇല്ല. ഇക്വേഷൻ ബുക്കിലേത് ഇക്വേഷൻ ഓർത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനാണ്. അതായത് ക്വസ്റ്റ്യൻ ചെയ്ത് എന്ത് ചെയ്യണം, ഇത് വരുമ്പോ ഇക്വേഷൻ നമുക്ക് ഓർമ്മ വരണം. അല്ലാതെ ഇക്വേഷൻ ബുക്ക് കൊണ്ടുള്ള അങ്ങനെ തന്നെയാണ്. റൈറ്റ്. ഓക്കെ. പിന്നെ എന്തെങ്കിലും സ്റ്റഡി ട്രിക്ക് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? എനിക്കങ്ങനെ സിമ്പിൾ ആയി ഞാൻ എങ്ങനെ പഠിച്ചാലും എനിക്ക് മാർക്ക് അങ്ങനെയല്ല. എനിക്ക് അങ്ങനെ മെത്തേഡ് ഒന്നുമില്ല. കോഡൊന്നും എന്റെ ഫ്രണ്ട്സിന്റെ കോഡ് ഉണ്ടാക്കി എനിക്ക് പറഞ്ഞു തരും, പക്ഷെ എനിക്ക് ഓർമ്മ വരൂല. അത് അവരുണ്ടാക്കുമ്പോ അവർക്ക് പറ്റും, എനിക്ക് പക്ഷെ അതൊന്നും പൊതുവെ നിൽക്കാറില്ല. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യൽ തന്നെയാണ് നിന്റെ മെയിൻ സംഭവം. അതിപ്പോ ബയോളജി ആണെങ്കിലും കെമിസ്ട്രി ഓർഗാനിക് ഞാൻ വല്ലാണ്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ സാറിന്റെ നോട്ട് അത് അടിപൊളിയായിരുന്നു. അതിൽ തന്നെ അത്യാവശ്യം ക്വസ്റ്റ്യൻ സാറ് ചെയ്ത് തന്നിട്ടുണ്ട്. നെയ്മിങ്ങിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എനിക്കത് ഓർഗാനിക് വക്കായത് അങ്ങനെ തന്നെ. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി അത്യാവശ്യം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓർത്ത് വെച്ചത് ചോദ്യം ചെയ്ത് പ്രത്യേകിച്ച് അതിൽ ടെമ്പറേച്ചർ മാറുമ്പോഴൊക്കെ പ്രോഡക്റ്റ് ഒക്കെ മാറുന്ന കേസൊക്കെ അതൊക്കെ അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചു. ലാസ്റ്റ് പിന്നെ നമുക്ക് തീരെ കിട്ടൂല എന്നുള്ളത് ലാസ്റ്റ് റൗണ്ടിൽ ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട്. എപ്പോഴും മറന്നു പോകുന്ന ക്വസ്റ്റ്യൻസ് ആ പോർഷനാന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് നോക്കിയിട്ടുണ്ട്. അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ ഈ റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന കുട്ടികളോട് എന്താ നിനക്ക് പറയാനുള്ളത്? ടെൻഷൻ അടിക്കരുത്. പറയാൻ പറ്റൂല ടെൻഷൻ ഇപ്പൊ മനഃപൂർവ്വം അടിക്കുന്നല്ലോ അല്ല. പക്ഷെ അങ്ങനെ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളത് പോലും കിട്ടൂല. എനിക്ക് റിപ്പീറ്റ് കുറച്ചൊരു സ്കോർ മേടിക്കായിരുന്നു തോന്നിയിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റിക്ക് എത്തിയപ്പോ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും സാധനം ഉണ്ടോ നിന്റെ അടുത്ത്? എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ പോയി. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ല എനിക്ക് ടെൻഷൻ കുറവായിരുന്നു. എങ്ങനെയാ നീ ഇങ്ങനെ ഈ വർഷം ഫുള്ളി മോട്ടിവേറ്റഡ് ആയിട്ടിരുന്നത്? എനിക്ക് ഇത് കിട്ടണം എന്നുണ്ട്. എനിക്ക് പക്ഷെ കിട്ടുന്ന അറിയായിരുന്നു. 1-2 പ്രാവശ്യം അത്ര എനിക്ക് അങ്ങനെ
വല്ലാണ്ട് ടെൻഷനായത്. ഒരു പ്രാവശ്യം വിജയ് സാറ് വന്നിട്ട് അങ്ങനെ പറഞ്ഞു, നിനക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ആർക്കും കിട്ടൂല. ആ തോട്ട് നമ്മളെ മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാ. പിന്നെ അതേ അങ്ങ് ആലോചിച്ചിരിക്കും, എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ആർക്കും കിട്ടൂല, എനിക്കുള്ളതാ, അങ്ങനെ വിചാരിക്കും. എന്തെങ്കിലും എപ്പോഴും മനസ്സിൽ ഇങ്ങനെ നമ്മളെ മൂവ് ഓൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ നിന്റെ മനസ്സിലുണ്ടായിരുന്നോ? എനിക്ക് ഞാൻ സെൽഫിഷ് ആയിട്ട് പറയില്ല, എനിക്ക് അത്യാവശ്യം ക്യാഷ് വേണമെന്നുണ്ട്. എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ചെലവാക്കുന്ന ആളാ. എന്റെ ഉമ്മ ഇപ്പൊ എപ്പോഴും പറയും വല്ലാണ്ട് ഞാൻ ചെലവാക്കും. അപ്പൊ എനിക്ക് ഇതിനോട് പാഷൻ ഉണ്ട്. പിന്നെ എനിക്ക് അത്യാവശ്യം അറിയപ്പെടണം, ഞാൻ ഇങ്ങനെയായിട്ട് അറിയപ്പെടണം, വല്ലാണ്ട് എല്ലാ ഗേൾസും പോണ പോലെ എനിക്ക് അതിലോട് താല്പര്യമില്ല. എനിക്ക് കുറച്ച് സ്വന്തമായിട്ടൊരു സ്വന്തം കാലിൽ നിൽക്കണം, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഈ സോഷ്യൽ മീഡിയ യൂസിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? ഞാൻ വല്ലാണ്ട് യൂസ് ചെയ്യും. ഹോസ്റ്റലിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഹോസ്റ്റലിൽ നമുക്ക് ഇല്ലല്ലോ. പിന്നെ ഈ റിപ്പീറ്റ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് അതൊക്കെ നിർത്തണം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ നിനക്ക്? അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ഇപ്പം ഉപയോഗിക്കുകയാണ് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ചെയ്യണം എന്നാണോ ഈ പറയാ? അയ്യോ, ഒരിക്കലും ചെയ്യരുത്. നമ്മള് കേറിപ്പോയാല് അറിഞ്ഞു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സംഭവം. അപ്പൊ നമ്മള് മാക്സിമം അതിലോട്ട് പോവാണ്ടിരിക്കുക. ഒരു കൊല്ലല്ലേ. ഞാൻ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ഇൻസ്റ്റ ഭയങ്കര റീൽസ് ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കും. പക്ഷെ എനിക്ക് വീട്ടിൽ പോയാൽ ഞാൻ അത്രയും ചെയ്തോണ്ടിരിക്കും. ഹോസ്റ്റലിൽ ഇരിക്കുമ്പോ ഞാൻ പഠിക്കും. എന്നോട് വീട്ടിലോട്ട് വരണ്ടെന്ന് എപ്പോഴും പറയാറ്. വീട്ടിൽ പോയിട്ട് ഇൻസ്റ്റ നോക്കിയുണ്ട്. ലാസ്റ്റ് എക്സാമിന്റെ തലേസം വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. ലാസ്റ്റ് വീട്ടിൽ പോയപ്പോഴേ ഞാൻ നോക്കിയിട്ടുണ്ട്. എനിക്കത് ഞാൻ വീട്ടിൽ പോയ അങ്ങനെയാ, ഇവിടെയുള്ള ഞാനല്ല വീട്ടിൽ പോയാല്. അപ്പൊ നമ്മളങ്ങനെ അപ്പൊ ഒരു മെയിൻ ഇതുണ്ടല്ലേ, റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് പരീക്ഷ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്നതായിരിക്കും അല്ലേ? നീ എനിക്കൊന്ന് അത്യാവശ്യം എല്ലാ സംഭവത്തിനും എല്ലാം ഓടി വീട്ടിൽ പോകാറുണ്ട്. ഞാൻ അത്യാവശ്യം വീട്ടിൽ പോയിട്ടുണ്ട്. ആ സമയത്തൊന്നും പഠിച്ചിട്ടില്ല. ഇല്ല, അങ്ങനെ കുറെ ദിവസം. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒന്നും കൂടെ നോക്കിയത് ഒരു 700 കിട്ടിയത് അങ്ങനെയൊക്കെ നീ ആലോചിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോ ആലോചിച്ച് ഒരു വർഷം കിട്ടിയാൽ ഞാൻ അത്യാവശ്യം കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇരുന്ന സമയം വൃത്തിക്ക് പഠിച്ചിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പ് ഒക്കെ എന്താ നിന്റെ അഭിപ്രായം? റിലേഷൻഷിപ്പ് കുഴപ്പമില്ല, മീൻസ് അതിപ്പോ ഓരോരുത്തർ ഇഷ്ടമാണല്ലോ. നമുക്ക് അതിനെ മാത്രം സമയം പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല റിലേഷൻഷിപ്പ് കാരണം. എന്റെ പരിചയത്തിലുള്ളവർക്കും അങ്ങനെ ടോക്സിക് ആയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചിലർക്ക് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ ആയിരിക്കും. അങ്ങനെ കുഴപ്പമില്ല. അതിനെ മാത്രം സമയമില്ല, നമ്മുടെ ഹോസ്റ്റലിൽ കിട്ടുന്നില്ലല്ലോ. ലാസ്റ്റ് മറ്റേ ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. നിനക്ക് റിലേഷൻ ഉണ്ടായിരുന്നോ?